മൂന്നാം ഘട്ട വോട്ടെടുപ്പും അവസാനിക്കുമ്പോൾ നാലാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള ഒരുക്കത്തിലേക്കാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. ജൂൺ 4-ന് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ആര് വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നതും. ബിജെപിയും കോൺഗ്രസും അടക്കം മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. കഴിഞ്ഞ മുൻ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ 94-43 മണ്ഡലങ്ങളിലും വിജയിച്ചു കയറിയത് ബിജെപി ആയിരുന്നു. എന്നാൽ ബിജെപിക്ക് നിരാശയുണ്ടാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സർവേകളെല്ലാം. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പൊതുവെ ബാധിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് കർഷക സമരം, പ്രജ്വല രേവണ്ണയുടെ ലൈംഗിക അതിക്രമണം, മോദിയുടെ വിദ്വേഷ പ്രസംഗം, ബിജെപിക്കെതിരെ ക്ഷത്രിയ സമുദായത്തിന്റെ എതിർപ്പ് എന്നിവയെല്ലാം ആകാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ. ബിജെപി മതവും സംവരണവും പ്രചാരണ വിഷയമാക്കി പ്രചാരണം കൊഴുപ്പിച്ചപ്പോൾ ഇന്ത്യ മുന്നണി തങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് മറ്റൊരു നീക്കം നടത്തിയത്. തൊഴിലില്ലായ്മ, കർഷക പ്രശ്നങ്ങൾ, സാമൂഹ്യ നീതി എന്നിവയെല്ലാം പ്രതിപക്ഷം പ്രചാരണത്തിന് ഉപയോഗിച്ച മോദിയുടെ വിദ്വേഷ പരാമർശങ്ങളും ആയുധമാക്കി ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. 400-ൽ 400 സീറ്റും പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ ബിജെപിക്ക് ഉൾഭയം നൽകുന്നതാണ് സർവേ ഫലങ്ങൾ. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ 93 സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 64.5% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2019-ൽ ഇത് 66%. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു. ഇതും ബിജെപിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അസമിലാണ്, 79.25%. കുറവ് യുപിയിലും 57.34%. പോളിംഗ് ശതമാനത്തിലെ കുറവ് രാഷ്ട്രീയ പാർട്ടികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ 66.14, 66.71 എന്നിങ്ങനെയായിരുന്നു പോളിംഗ് ശതമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടികളുടെ വിധി നിർണ്ണയിക്കുന്നത് പ്രധാന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 80 സീറ്റുള്ള യുപിയാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം. കഴിഞ്ഞ തവണ നേടിയ 62 സീറ്റിൽ കൂടുതൽ നേടുക എന്ന ലക്ഷ്യം വെച്ചാണ് ബിജെപി യുപിയിൽ കളത്തിലിറങ്ങുന്നത്. എന്നാൽ അവിടെയും ഇത്തവണ പ്രതീക്ഷിക്കുന്നതുപോലെ നടക്കില്ല എന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറുവശത്ത് നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും മുന്നിൽ നിർത്തിയാണ് ബിജെപിയുടെ പ്രചാരണം. ഇതിനോടകം തന്നെ നിരവധി റാലികൾ നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ നടത്തിക്കഴിഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധി യുപിയിലെത്തിയത് ഒരു തവണ മാത്രമാണ്. സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവാണ് യുപിയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ചുമലിലേറ്റി മുന്നോട്ടു പോകുന്നത്.